ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബസ് ആർബിട്രേഷൻ മെക്കാനിസംസ് ആണ്. ഓക്കെ, സോ ബസ് ആർബിട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ബസ്സിനെ അല്ലെങ്കിൽ ബസ്സിൻ്റെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള കൺട്രോൾ ആർക്ക് കൊടുക്കണം, അതാണ് എന്ത് ചെയ്യുന്നത് ബസ് ആർബിട്രേഷനിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ആർബിട്രേഷൻ മീൻസ് ഒരു സെലക്ഷൻ പ്രോസസ്സ് ആണല്ലോ. ഓക്കെ, അപ്പോൾ സെലക്ഷൻ പ്രോസസ്സിൽ ബസ്സിൻ്റെ മാസ്റ്ററെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ബസ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നെക്സ്റ്റ് സൈക്കിൾ ഓഫ് ടൈമിൽ ബസ് ആര് യൂസ് ചെയ്യണം എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്, ബസ് മാസ്റ്റർ ആയിരിക്കും. മനസ്സിലായ സംഭവം എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ബസ് മാസ്റ്ററെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് ബസ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ടെക്നിക്കൽ ഡെഫിനിഷൻസ് നോക്കാം. സോ ബസ് മാസ്റ്റർ എന്താണെന്ന് നോക്കാം. ദ ഡിവൈസ് ദാറ്റ് ഈസ് അലൗഡ് ടു ഇനിഷ്യേറ്റ് ഡേറ്റ ട്രാൻസ്ഫർ ഓൺ ദ ബസ് അറ്റ് എനി ഗിവൺ ടൈം ഈസ് കോൾഡ് ദ ബസ് മാസ്റ്റർ. സോ ബസ് മാസ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഒരു പർട്ടിക്കുലർ സൈക്കിൾ ഓഫ് ടൈമിൽ ആരാണ് ഒരു ബസ്സിൻ്റെ യൂസ് ചെയ്യേണ്ടത്, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാണെന്നുള്ളത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്, ബസ് മാസ്റ്റർ ആണ്. ഓക്കെ, ഡിവൈസ് ദാറ്റ് ഈസ് അലൗഡ് ടു ഇനിഷ്യേറ്റ് ഡേറ്റ ട്രാൻസ്ഫർ ഓൺ ദ ബസ് അറ്റ് എനി ഗിവൺ ടൈം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബസ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ബസ് ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ദ നെക്സ്റ്റ് ഡിവൈസ് ടു ബിക്കം ദ ബസ് മാസ്റ്റർ ഈസ് സെലക്റ്റഡ് ആൻഡ് ദ ബസ് മാസ്റ്റർഷിപ്പ് ഈസ് ട്രാൻസ്ഫർ ടു ഇറ്റ്. അപ്പോൾ ബസ് മാസ്റ്റർഷിപ്പ് ആർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ആരെടുക്കണം എന്നുള്ള ആ ഒരു സെലക്ഷൻ പ്രോസസ്സാണ് എന്ത് പറയുന്നത്, ബസ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് വേസിൽ വി ക്യാൻ പെർഫോം ദിസ് ആർബിട്രേഷൻ. സെൻട്രലൈസ്ഡ് ആർബിട്രേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആർബിട്രേഷൻ. ഓക്കെ, ഇവിടെ സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സിംഗിൾ ബസ് ആർബിട്രേ ഉണ്ടാവത്തുള്ളൂ ആൻഡ് ഹി വിൽ ബി അലോക്കേറ്റിംഗ് ദ ബസ്, അല്ലേ. ബസ്സിനെ അലോക്കേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, ഈ സെൻട്രൽ ആർബിട്രർ ആയിരിക്കും. പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫർ പ്രോസസ്സിൽ മീൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കുന്ന ആരൊക്കെയാണ്, ഇതിനകത്ത് ബസ് മാസ്റ്റർ ആവാനായിട്ടുള്ള ചാൻസസ് ആരൊക്കെയാണ്, നമ്മുടെ പ്രോസസ്സറുണ്ട്, പിന്നെ നമ്മുടെ കയ്യിൽ കുറേ DMA കൺട്രോളേഴ്സ് ഉണ്ട്. എത്ര ഡിവൈസസ് ഉണ്ടോ, ഏതൊക്കെ ഹ്യൂജ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിവൈസസ് ഉണ്ടോ അതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് വി വിൽ ബി ഹാവിങ് എ കൺട്രോളർ. അതാണ് നമ്മുടെ DMA കൺട്രോളർ. ഓർമ്മയുണ്ടല്ലോ അതൊക്കെ പഠിച്ചത്. അപ്പോൾ എത്ര DMA കൺട്രോളേഴ്സ് ഉണ്ടോ അവരൊക്കെ എന്ത് ചെയ്യും, ടു കോമ്പീറ്റ് ടു ബിക്കം ദ ബസ് മാസ്റ്റർ. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആർബിട്രേഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ബസ് മാസ്റ്റർ ഉണ്ട്, ബസ് ആർബിട്രേഷൻ എന്താണെന്ന് നോക്കി. ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദിസ് ആർബിട്രേഷൻ മെക്കാനിസംസ്. എന്തൊക്കെയാണ് ഉള്ളത്, സെൻട്രലൈസ്ഡ് ആർബിട്രേഷനും ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് ആർബിട്രേഷനും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മളുടെ കയ്യിലൊരു പ്രൊസസ്സറുണ്ട്, പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു കോൺടെക്സ്റ്റിൽ അവർ രണ്ട് DMA കൺട്രോളേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഹ്യൂജ് ഡിവൈസസ് ആണ് കണക്ട് ചെയ്തേക്കുന്നതെന്ന് വിചാരിക്കുക. ഇനി ഈ പ്രൊസസ്സറുമായിട്ട് ഈ ഡിവൈസസുകളെ അല്ലെങ്കിൽ DMA കൺട്രോളേഴ്സിനെ കണക്ട് ചെയ്യുന്നത് ഏത് മെത്തേഡിലായിരിക്കും, ഡെയ്സി ചെയിൻ മാനറിലായിരിക്കും. വാട്ട് ഈസ് ഡെയ്സി ചെയിൻ? ഡെയ്സി ചെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരെണ്ണം കഴിഞ്ഞിട്ട് അത് പാസ് ത്രൂയേ നെക്സ്റ്റ് ഡിവൈസിലേക്ക് വരത്തുള്ളൂ. സോ ഈ ഒരു കണക്ഷനെയാണ് നമ്മൾ ഡെയ്സി ചെയിൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഫസ്റ്റ് പ്രിഫറൻസ് എന്തായിരിക്കും, ഇതാണ് നമ്മുടെ സെൻട്രൽ യൂണിറ്റ് എങ്കിൽ അതുമായിട്ട് ആദ്യം കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിനായിരിക്കും പ്രയോറിറ്റി കൂടുതൽ, പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രിവിലേജ് കൂടുതൽ. ഇത് പ്രയോറിറ്റി 2. അപ്പോൾ ഇത് സെക്കൻഡ് വണ്ണാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രണ്ട് പേരും ഒരേ സമയത്ത് നമ്മുടെ ബസ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആർക്കായിരിക്കും പ്രയോറിറ്റി കൂടുതൽ, ദ ഫസ്റ്റ് ഡിവൈസ് വിൽ ഗെറ്റ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഇയാളുടെ യൂസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ദ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഇവിടുന്ന് വരുന്ന സിഗ്നൽസ് എങ്ങോട്ടേക്ക് പാസ് ചെയ്യത്തുള്ളൂ, ദ നെക്സ്റ്റ് ഡിവൈസിലേക്ക്, ദ അഡ്ജസൻറ്റ് ഡിവൈസിലേക്ക് പാസ് ചെയ്യത്തുള്ളൂ. അതാണ് ഏതെന്ന് പറയുന്നത് ഒരു ഡെയ്സി ചെയിൻ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വായിച്ചു നോക്കാം. ഹിയർ ദ പ്രൊസസ്സർ ഈസ് ദ ബസ് മാസ്റ്റർ ആൻഡ് ഇറ്റ് മേ ഗ്രാൻഡ് ബസ് മാസ്റ്റർഷിപ്പ് ടു വൺ ഓഫ് ഇറ്റ്സ് DMA കൺട്രോളർ. അപ്പം ഇവിടുത്തെ ബസ് മാസ്റ്റർ ആരാണ്, ഇനീഷ്യലി ഇറ്റ്സ് DMA. സോ ഈ ഒരു പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്, പ്രോസസ്സറാണ്. സോ ഹീ ഈസ് ദ വൺ ഹൂ ഈസ് ദ ബസ് മാസ്റ്റർ ഇനീഷ്യലി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെൻട്രലൈസ്ഡ് ബസ് ആർബിട്രേഷൻ. സോ ഇവിടുത്തെ സെൻട്രൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്, പ്രോസസ്സറാണ്. ദെൻ ഹീ വിൽ അസൈൻ ദിസ് ബസ് മാസ്റ്റർഷിപ്പ് ടു ഇറ്റ്സ് കണക്റ്റഡ് DMA controllers. Okay, so next the DMA controller indicates that it needs to become the bus master by activating the bus request line, okay, which is on an open drain line. Actually ഇപ്പോൾ ഇവിടെ രണ്ട് DMA കൺട്രോളേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്കും ബസ് ആവശ്യമുണ്ട്. സോ ദേ വിൽ എന്ത് ചെയ്യും, ഒരു ബസ് റിക്വസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യും. നോക്കിക്കേ, ബസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആക്റ്റീവ് ലോ സിഗ്നലാണ്. സോ അവർ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ബസ് റിക്വസ്റ്റ്. ഈ ഒരു ഓപ്പൺ ഡ്രെയിൻ ലൈൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ ലൈനാണ്. ആ ഒരു ലൈൻ ഈസ് ഓപ്പൺ ടു ഓൾ ദ DMACs. എല്ലാ DMA കൺട്രോളേഴ്സിനും ഓപ്പൺ ആണ്. ആർക്ക് വേണമെങ്കിലും അവരുടെ റിക്വസ്റ്റ് അവിടെ പ്ലേസ് ചെയ്യാം ബൈ activating the signal. Okay, so bus request order placing. Okay, the signal on BR is the logical OR of the bus request from all the devices connected to it. Actually ഈ ഒരു ബസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ റിക്വസ്റ്റുകളും എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. അതായത് ഒരാളുടെ റിക്വസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് വേറൊരാളുടെ റിക്വസ്റ്റ് ഡ്രോപ്പ് ആവത്തില്ല.
അതുകൊണ്ടാണ് അതിനെ ഓർന്ന് വിളിക്കുന്നത്. അതായത് എല്ലാവരുടെയും, അതായത് ബസ് റിക്വസ്റ്റ് 1 വന്നിട്ടുണ്ട്, ബസ് റിക്വസ്റ്റ് 2 വന്നിട്ടുണ്ട്, സോ ബസ് റിക്വസ്റ്റ് 3 വന്നിട്ടുണ്ട്, അങ്ങനെ എത്ര റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടോ അതിനെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ലൈനിൽ ആക്റ്റീവായിട്ട് അവർ പ്രൊസീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. The signal on BR is the logical OR of the bus request from all the devices connected to it. കുഴപ്പമില്ലല്ലോ. When BR is activated, the processor activates the bus grant signal and indicate that the DMA controller that they may use the bus when it becomes free. ഓക്കെ, അപ്പോൾ ഈ ബസ് റിക്വസ്റ്റ് ചെല്ലുമ്പോഴേക്കും പ്രോസസ്സറാണ് ഇനി എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ഇനി ആരാണ് നമ്മുടെ ബസ് മാസ്റ്റർ ആവേണ്ടതെന്നുള്ളത് ആരുടെ അടുത്ത് പറയുന്നത്, DMA കൺട്രോളറിൻ്റെ അടുത്ത് പറയുന്നത് ആണല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഏത് സിഗ്നൽ ത്രൂ ആണ് ചെയ്യുന്നത്, ബസ് ഗ്രാൻഡ് സിഗ്നൽ. ഓക്കെ, ബസ് ഗ്രാൻഡ് സിഗ്നൽ ഉണ്ട്, BGI, ബസ് ഗ്രാൻഡ് സിഗ്നൽ. ഓക്കെ, സോ ഈ ബസ് ഗ്രാൻഡ് സിഗ്നൽ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ആൾക്കാണ് എന്ത് ചെയ്തേക്കുന്നത്, ബസ് ഗ്രാൻഡ് സിഗ്നൽ പോയിരിക്കുന്നത്. BG2 എന്ന് പറഞ്ഞാൽ എന്താണ്, ബസ് ഗ്രാൻഡ് സിഗ്നൽ പോയിരിക്കുന്ന ആരാണ്, സെക്കൻഡ് ആൾക്കാണ്, അതായത് DMA കൺട്രോളർ 2ലേക്കാണ് പോയിരിക്കുന്നത്. സോ ബസ് ഗ്രാൻഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സർ ബസ് റിക്വസ്റ്റിനെ റിസീവ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന അക്നോളജ്മെൻറ്റ്സ് ആണ് ഇതെന്ന് പറയുന്നത് ബസ് ഗ്രാൻഡ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാൻഡ് സിഗ്നൽ ഷെയർ ചെയ്യുന്നത് ഏത് മോഡിലാണ്, ഡെയ്സി ചെയിൻ മോഡിലാണ്. ഏത് ചെയിൻ മോഡിലാണ്, ദ സിഗ്നൽ ഈസ് കണക്റ്റഡ് ടു ഓൾ ദ ഡിവൈസസ് യൂസിങ് എ ഡെയ്സി ചെയിൻ അറേഞ്ച്മെൻറ്റ്. ഈ ഗ്രാൻഡ് സിഗ്നൽ പാസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഡെയ്സി ചെയിൻ. അതായത് ഫസ്റ്റ് നിയറസ്റ്റ് ആയിട്ടുള്ള ഡിവൈസിനായിരിക്കും ആദ്യത്തെ ഗ്രാൻഡ് സിഗ്നൽ പോവുക. അതിനുശേഷം അവിടുന്ന് ഈ ഒരു ഡിവൈസിന് ഈ ഒരു ഗ്രാൻഡ് സിഗ്നലിൻ്റെ യൂസ് ഇല്ല എങ്കിൽ, അതായത് DMA കൺട്രോളർ 1ന് ബസ് മാസ്റ്റർ ആകണ്ട എങ്കിൽ മാത്രമാണ് ആ സിഗ്നൽ ആരിലേക്ക് പോകുന്നത്, DMA കൺട്രോളർ 2ലേക്ക് പോകുന്നത് അല്ലേ. If DMA requests the bus, it blocks the propagation of grand signal to other devices and it indicates to all the devices that is using the bus by activating open collector line bus BC. Okay, അപ്പോൾ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു DMA കൺട്രോളർ അടുത്ത ഡിവൈസിലേക്ക്, അടുത്ത കൺട്രോളറിലേക്ക് ഗ്രാൻഡ് സിഗ്നൽ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ചെയ്യുക, ഈ ഒരു ഡിവൈസിന് ബസ്സിൻ്റെ യൂസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ബസ് മാസ്റ്റർ ആകേണ്ട എങ്കിൽ മാത്രം. ഓക്കെ, ഇനി ഈ ഒരു സിഗ്നലിനെ അല്ലെങ്കിൽ ബസ് ഗ്രാൻഡ് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് ബസ് ബിസി അല്ല എങ്കിൽ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബസ്സിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് വിൽ ചെക്ക് ഫോർ ദ ബസ് ബിസി സ്റ്റാറ്റസ്. ബസ് ഏതെങ്കിലും ഡിവൈസസ് ബസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഈ ബസ് ബിസി എന്തായിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു ആക്റ്റീവ് ലോ സിഗ്നലാണ്. സോ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ബസ് ബിസി 0 ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈവൻ DMA കൺട്രോളർ 1 ബസ് മാസ്റ്റർ ആയെങ്കിൽ കൂടെയും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബസ്സിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴാണോ ഈ ഒരു ബസ് ബിസി ലൈൻ 0 മാറി 1 ആവുന്നത്, അതായത് അത് ഇനാക്റ്റീവ് ആവുന്നത്, അതായത് ബസ് ബിസി അല്ല എങ്കിൽ മാത്രമേ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ DMA കൺട്രോളർ 1ന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബസ് മാസ്റ്റർ ആയിട്ട് ആ ഒരു ട്രാൻസ്ഫർ ഓപ്പറേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ ബസ് ബിസി 1. ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ അറേഞ്ച്മെൻറ്റ് കാണിച്ചിരിക്കുന്നത്. ഇത്ര മാത്രമേ നിങ്ങൾക്കിപ്പം ഒരു സെൻട്രലൈസ്ഡ് ആർബിട്രേഷനിൽ പഠിക്കേണ്ടതുള്ളൂ. ഈ ഒരു ഫിഗറൊക്കെ വിട്ടോ, ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, സോ ടൈമിൻ്റെ ഐറ്റം നമുക്ക് വേണ്ട. അത് നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആർബിട്രേഷൻ. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആർബിട്രേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്താ പഠിച്ചത്, ഇവിടെ നമുക്കൊരു സെൻട്രൽ ആർബിട്രർ ഇല്ല. സോ എല്ലാ ആൾക്കാരും ദേ ആർ കോമ്പീറ്റിംഗ്, എല്ലാ DMA കൺട്രോളേഴ്സും കോമ്പീറ്റിംഗ് ടു ബിക്കം ദ ബസ് മാസ്റ്റർ. It means that all the devices waiting to use the bus have equal responsibility in carrying out the arbitration process without using a central arbiter. നേരത്തെ നമ്മുടെ ഒരു പ്രോസസ്സർ ഉണ്ടായിരുന്നു, he will be assigning the bus mastership to different DMACs അല്ലേ. അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കോണ്ടെക്സ്റ്റിൽ എല്ലാവരും ഈക്വൽ ആണ്. ഓക്കെ, സോ ഒരു ഡിവൈസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസ് എന്ത് ചെയ്യണം, കോമ്പീറ്റ് ചെയ്യണം ടു ബിക്കം ദ ബസ് മാസ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ബസ് ആർബിട്രേഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു 5 bit ലൈൻ ഓഫ് സിഗ്നലുണ്ട്. ആ സ്റ്റാറ്റസ് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽസ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഈ ആർബിട്രേഷൻ ലൈൻസ് എല്ലാം എന്താണ്, 1 2 3 4 5. ഓക്കെ, സോ ഈ ആർബിട്രേഷൻ ലൈൻസ് എല്ലാം എന്താണ്, ആക്റ്റീവ് ലോ സിഗ്നൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നോക്കിക്കേ, ഇവിടെ നമ്മളൊരു ഡിവൈസ് ഉണ്ട്, കുറേ ഡിവൈസസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരെല്ലാം ബസ് മാസ്റ്റർഷിപ്പിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ എല്ലാ ഡിവൈസസിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈച്ച് ദ ഡിവൈസസ് വിൽ ബി ഹാവിങ് എ യൂണിക് ID. ഓക്കെ, ആ ID എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 4 bit വാല്യൂ ആയിരിക്കും. ഓക്കെ, ഒരു 4 bit വാല്യൂ ഉണ്ടായിരിക്കും. പ്ലസ് അവർ ആർബിട്രേഷനിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഹാവിങ് എ സ്റ്റാർട്ട് ആർബിട്രേഷൻ സിഗ്നൽ ഓൾസോ. അപ്പോൾ അവർ സ്റ്റാർട്ട് ആർബിട്രേഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ ആർബിട്രേഷൻ പ്രോസസ്സിൽ, അതായത് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷനിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡിയാണെന്ന് കാണിക്കുമ്പോഴാണ് സ്റ്റാർട്ട് ആർബിട്രേഷൻ അവർ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് ഡിവൈസസ് ഓൺ ദിസ് ബസ് ഈസ് ഹാവിങ് signed with a 4 bit ID. When one or more device request the bus, they assert
the start arbitration signal and place their 4-bit ID on the 4 open collector lines. അതായത് ഈ ആർബിട്രേഷൻ ലൈൻസ് നമ്മൾ നേരത്തെ ഈ കളക്ഷൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രം ഒരു കോമൺ ലൈനിൽ ത്രൂ വിച്ച് ദ ഡേറ്റ ഈസ് ട്രാൻസ്ഫേർഡ് എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നുമില്ല, ഈ ആർബിട്രേഷൻ സിഗ്നൽസ് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അത് ആർബിട്രേഷൻ ലൈൻ വാല്യൂസ് 0 to 3 വരെയാണ് നമ്മൾ ആ 4-bit ഇൻഫർമേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് അതിൻ്റെ യുണീക്ക് ഐ ഡി ആയിരിക്കും. ആർബിട്രേഷൻ ലൈൻ 0 to 3 വരെയുള്ള വാല്യൂസിൽ ബിറ്റ് പൊസിഷനിൽ അവർ ഹോൾഡ് ചെയ്തേക്കുന്നത് അതിൻ്റെ 4-bit ഐ ഡി വാല്യൂ ആയിരിക്കും. ഓക്കെ, എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹയസ്റ്റ് ടു ലോവസ്റ്റ് ആണ്. ആർബിട്രേഷൻ ലൈൻ 3, 2, 1, 0 എന്ന് തന്നെ എഴുതണം, തെറ്റരുത്. എന്നിട്ട് ഫൈനലിയാണ് സ്റ്റാർട്ട് ആർബിട്രേഷൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആർബിട്രേഷൻ പ്രോസസ്സിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ആർബിട്രേഷൻ പ്രോസസ്സ് അവർ സിഗ്നൽ അവരെന്ത് ചെയ്യണം, ആക്റ്റീവ് ആക്കണം. ഓക്കെ, ഇനി ഇതിനകത്തൊരു കോമ്പറ്റീഷൻ പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് വിന്നറിനെ സെലക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ഷെയർ ചെയ്തേക്കുന്ന സിഗ്നൽസിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്തേക്കുന്നത്, അതായത് ആർബിട്രേഷൻ ലൈൻസിൻ്റെ ബേസിസിലാണ് ആർബിട്രേഷൻ ലൈൻ 0 to 3 വരെയുള്ള ലൈൻസിൽ സെറ്റാകുന്ന വാല്യൂസിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. ദ നെറ്റ് ഔട്ട്കം ഈസ് ദാറ്റ് ദ കോഡ് ഓൺ ദ 4 ലൈൻസ് റെപ്രസെൻറ്റ് ദ റിക്വസ്റ്റ് ദാറ്റ് ഹാസ് ദ ഹയസ്റ്റ് ഐ ഡി നമ്പർ. അതായത് 1-2 ഡിവൈസസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ സെലക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ആ ഒരു സെലക്ഷനിൽ മാച്ചിങ് ഉള്ള ഐഡിയ ഉള്ള ഡിവൈസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ 2 ഡിവൈസസിനെ എടുത്തിട്ടുണ്ട്, എ ആൻഡ് ബി. സോ എ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ഐ ഡി 5 ആണ്, ബി എന്നുള്ള ഡിവൈസിൻ്റെ ഐ ഡി 6 ആണ്. അപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ ഒരു 4-bit പാറ്റേണിൽ ഐ ഡി നമ്പർ 5ഉം ഐ ഡി നമ്പർ 6ഉം എഴുതി. അതിനകത്തൊരു ഡൗട്ടും ഇല്ലല്ലോ. 0101 ആണ് 4-bit റെപ്രസെൻറ്റേഷൻ ഫോർ 5, ദെൻ 0110 ആണ് 4-bit റെപ്രസെൻറ്റേഷൻ ഫോർ 6. ഓക്കെ, സോ ഐ ഡി സെറ്റായി. ദെൻ അതിനനുസരിച്ച് നമ്മളൊരു പാറ്റേൺ, ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഈ ഒരു പാറ്റേൺ, അതായത് എയുടെ പാറ്റേണും ബിയുടെ പാറ്റേണും ഇവിടെ കോമ്പറ്റീഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഐ ഡീസ് അവർ ഷെയർ ചെയ്യും. ഓക്കെ, സോ എന്നിട്ട് ഈ 2 പേരുടെയും ഐ ഡീസും ദേ ആർ കമ്പയറിങ് വിത്ത് ഒരു ഡിവൈസ് കോഡ് ഉണ്ടായിരിക്കും. എന്താണ്, 0111. ഇതൊരു ഡിവൈസ് കോഡാണ്. ഈ കോഡുമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ 2 പേരുടെ ഐ ഡിയുടെ മാച്ചിങ് അല്ലെങ്കിൽ മാപ്പിംഗ് നമ്മൾ നടത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും, ഇതിൻ്റെ ഒരു MSB വാല്യൂ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ വാല്യൂസിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, 0101 എന്നുള്ളതാണ് നമ്മളുടെ ഐ ഡി വാല്യൂ. ഇതിന് നമ്മൾ എന്ത് ചെയ്യും, 0111 എന്നുള്ള കോഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. ഓക്കെ, സോ ഈ ഒരു കോഡ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, അവിടെ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാച്ചിങ് വാല്യൂ എഴുതാം. ഓക്കെ, ദെൻ ഇത് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ച് എഴുതും, 0 വെച്ച് എഴുതും. ഓക്കെ, അപ്പം each device compares the pattern on the arbitration line to its own ID starting from MSB. If it detects a difference at any bit position, it disables the drivers at the bit position and for all the lower order bits. ഇപ്പോൾ ഒരു മിസ്മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മിസ്മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി സെറ്റ് ടു 0. അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡിസേബിൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, 0 at the place of these drivers. Okay, for an example, A detects a difference in line arbitration line 1, hence it disables the drivers on the arbitration line 1 and arbitration line 0. ഇത് നമ്മുടെ arbitration line 3, ഇത് നമ്മുടെ 2, ഇത് 1 and 0. എയുടെ കേസിൽ എന്താണ് വന്നിരിക്കുന്നത്, ഇവിടെ ഒരു മിസ്മാച്ച് വന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു, 0 കൊടുത്തു. സോ നമ്മൾ 0, arbitration line 0 ഉറപ്പായിട്ട് എന്ത് തന്നെയായിരിക്കും, 0 ആയിരിക്കും. നമ്മൾ അതിനെപ്പറ്റി കെയർ ചെയ്യേണ്ട കാര്യം ഇല്ല. ഓക്കെ, ദെൻ ദിസ് കോസസ് ദ പാറ്റേൺ ഓൺ ദ arbitration line to change to എന്തായിരിക്കും, 0, 1. ഓക്കെ, സോ അടുത്ത ഇത് എയുടെ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ദെൻ നമ്മളെന്ത് എടുക്കും, ബിയുടെ കോണ്ടെക്സ്റ്റ് എടുക്കും. ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 0110 ഈസ് കമ്പയർഡ് വിത്ത് 0111. ഓക്കെ, അപ്പോൾ എന്താണ്, ഇത് നമ്മുടെ ബി, ഇത് നമ്മുടെ മാച്ചിങ് കോഡ്. അപ്പോൾ ഇവിടെ 2 മാച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ 2 മാച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ 2 മാച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു മിസ് മാച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇപ്പം ആർബിട്രേഷൻ ലൈനിൽ സർക്കുലേറ്റ് ആവുന്ന കോഡെന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മാച്ച് വന്നിരിക്കുന്ന ആരാണ്, ഈ ഒരു പോയിന്റും കൂടെ ആർക്ക് മാച്ച് ചെയ്തു, ബിക്ക് മാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ദിസ് കോസസ് ദ പാറ്റേൺ ഓൺ ദ ആർബിട്രേഷൻ ലൈൻ ടു ചേഞ്ച് ടു 0110, വിച്ച് മീൻസ് ദാറ്റ് ദ ബി വോണ്ട് കണ്ടൻഷൻ. ഓക്കെ, ആക്ച്വലി ഈ ഒരു കോമ്പറ്റീഷനിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ ആരാണ് ഇവിടെ വിൻ ചെയ്തിരിക്കുന്നത്, ബി ആണ്. ദെൻ ഇതെപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കത്തില്ല, ഒരു സർട്ടൺ പീരീഡ് കഴിയുമ്പോഴേക്കും ഈ കോഡ് ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ ഈ കോഡ് ചേഞ്ച് ആകുന്നതിനനുസരിച്ച് നെക്സ്റ്റ് ആർക്കും കൂടെ അവസരം കിട്ടും, നമ്മുടെ എയ്ക്കും അവസരം കിട്ടും. സിൻസ് ദ കോഡ് ഓൺ ദ പ്രയോറിറ്റി ലൈൻ ഈസ്
നമ്മൾ കോഡ് കൊടുത്തേക്കുന്നത് 0111 ആയതുകൊണ്ട് ഒരു ഷോർട്ടസ്റ്റ് പീരീഡ് ആയിരിക്കും. ഡിവൈസ് ബി ആയിരിക്കും അപ്പോൾ ടെമ്പറലി ആക്റ്റീവ് ആയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആരും കൂടെ ആക്ടിവേറ്റ് ആവും, ഡിവൈസ് എയും കൂടെ ആക്ടിവേറ്റ് ആവും. ആ കോഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് മാപ്പിംഗ് വാല്യൂസും നമുക്കവിടെ കൂടുതൽ മാച്ചിങ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹൈലി റിലയബിൾ. ബിക്കോസ് ഇവിടെ നമ്മളൊരു സെൻട്രൽ ഡിവൈസ് അല്ല ഡിസൈഡ് ചെയ്യുന്നത് ആര് എപ്പോൾ ആക്ടിവേറ്റ് ആവണം എന്നുള്ളത്. ഇവിടുത്തെ ഡിസിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ബസ് ഓരോ DMACസും കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ ടു ബിക്കം ദ ബസ് മാസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് ഹൈലി റിലയബിൾ ആയിട്ടുള്ള ഒരു മെത്തഡോളജി, ഒരു ആർബിട്രേഷൻ മെക്കാനിസമാണ് ഇതെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെ ഡിവൈസസ് ആണോ DMA കൺട്രോളറിനെ ബസ് മാസ്റ്റർ ആക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനെല്ലാം എന്ത് കാണും, ഒരു യുണീക്ക് ID കാണും. ആ IDയുടെ ബിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി അതിൻ്റെ വാല്യൂ ഒരു 4-bit പാറ്റേൺ ആയിരിക്കും. ആ 4-bit പാറ്റേണിൽ നമ്മളൊരു അഡീഷണൽ ഒരു ബിറ്റ് വാല്യൂ കൂടെ കൊടുക്കുന്നുണ്ട്, സെറ്റ് ആർബിട്രേഷൻ. ആ സെറ്റ് ആർബിട്രേഷൻ സെറ്റ് ചെയ്തുകൊണ്ട് അതായത് 0 ആവണം, കാര്യം ഇതൊരു ആക്റ്റീവ് ലോ സിഗ്നലാണ്. ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 4-bit ID നമ്മുടെ ഓപ്പൺ ലൈനിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ നമ്മൾ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർബിട്രേഷൻ ലൈൻ 3 2 1 0 എന്നാണ്. അപ്പം ഈ ഒരു 4-bit ID ഓരോ ഡിവൈസിനും ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ കമ്പയർ ചെയ്യും. വി ആർ കമ്പയറിങ് ഇറ്റ് വിത്ത് എ കോഡ്. ആ കോഡ് റാൻഡം ജനറേറ്റഡ് കോഡായിരിക്കും. ആ കോഡ് ഇതായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇപ്പം 0-1-0-1ഉം 0-1-1-0യും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴാണോ നമുക്കൊരു മിസ്മാച്ച് വരുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യും, 0 കൊടുക്കും. മാച്ച് വരുവാണെങ്കിൽ ഒരിക്കലും 1 അല്ല, ആ സെയിം ബിറ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ സെക്ഷൻസും നമ്മൾ എന്ത് കൊടുക്കുക, 0 വെച്ച് ഫില്ല് ചെയ്യുക. നമുക്കതിനെ നോ നീഡ് ടു കമ്പയർ ദ റിമൈനിങ് സെക്ഷൻ. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മളൊരു കോഡ് ജനറേറ്റ് ചെയ്ത് കിട്ടും. ആ കോഡിൽ ഏറ്റവും കൂടുതൽ മാച്ചസ് വന്നിരിക്കുന്നത് ഏത് ഡിവൈസിനാണോ ആ ഡിവൈസിൻ്റെ DMAC ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ബസ് മാസ്റ്റർ ആവുന്നത്. ഓക്കെ, സോ ഇതൊരു ഹൈലി റിലയബിൾ ആയിട്ടുള്ള ഒരു ആർബിട്രേഷൻ മെക്കാനിസമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ.